ഹേയ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം കാണിക്കാം. രാവിലെ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചായിരിക്കും ഉറക്കം എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ നമ്മളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈസുവിനെയും ഫ്രഷാക്കി എടുക്കും. അപ്പോൾ ഫൈസുവിൻ്റെ പല്ല് തേക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഫൈസുവിന് ഒരു ബ്രഷും ടങ് ക്ലീനറും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഫൈസ് യൂസ് ചെയ്യൂല. നമ്മൾ കൈകൊണ്ട് ഫൈസുവിൻ്റെ പല്ലിൽ തേച്ചാണ് പല്ല് കഴുകി കൊടുക്കാറുള്ളത്. ഇപ്പോൾ പേസ്റ്റ് ഒന്നും വെച്ച് തേച്ച് കൊടുക്കാൻ പറ്റില്ല, കാരണം കുട്ടികളാണ്, അവർ തുപ്പില്ല, അവർ ഇറക്കും. അങ്ങനെ ഫൈസുവിൻ്റെ അതൊക്കെ കഴിഞ്ഞു. ആ നേരം കൊണ്ട് ഞാനിവിടെ ചായക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ മലയാളികളുടെ ശീലം അങ്ങനെയാണല്ലേ, എല്ലാവർക്കും രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ നിർബന്ധമാണ്. പിന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ടൈമിലാണ് ചായയൊക്കെ മാറ്റി ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ജീരക വെള്ളം, ചിയാ സീഡിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുക അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ ആർക്കും ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ എണീച്ചാൽ പാൽ ചായയാണ് കുടിക്കുക. ഫൈസൂനുള്ള പാലും അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര മോശമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ കുറവാണ്. കാരണം രാവിലെ എഴുന്നേക്കാൻ തന്നെ നമ്മൾ ലേറ്റ് ആവും. ആദ്യക്ക് 11 മണിയാവുമ്പോൾ പോയാൽ മതി. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകാറുള്ളത് രാവിലെ. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പം ചായ വെച്ചിട്ട് ചോറായിരിക്കും ഞാൻ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും പോകുമ്പോൾ 11 മണിയാവും. ആ ഒരു ടൈമിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ചോറ് റെഡിയാക്കിയിട്ട് ചോറ് കഴിക്കാൻ പോകും. ചോറ് കഴിച്ചിട്ടാണ് പോകാറുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ദോശയോ പുട്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മലയാളീസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കൂല. പിന്നെ ഷോപ്പിലൊക്കെ പോയി അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാവും ചോറ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുത്തിട്ടാണ് വിടാറുള്ളത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചാലും കുഴപ്പമില്ലല്ലേ. അതേ ഞാൻ പറഞ്ഞത്, ഭയങ്കര മോശം ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങോട്ട് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചായൻ്റെ കൂടെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കും. അതും ബേക്കറി ഐറ്റംസ് ആയിട്ട് കേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് ഭയങ്കര മോശമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. ഇപ്പം എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചോറ് ഞങ്ങൾക്ക് രാത്രിലത്തേക്കും കൂടെ ഉള്ള അളവിൽ ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത്. അതിനൊപ്പം തന്നെ ഇന്ന് പരിപ്പിട്ടിട്ട് ഒരു ചെറിയൊരു കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കറി ഇട്ടിട്ട് എന്ത് കറിയോ ഉപ്പേരി എന്തുണ്ടാക്കി കൊടുത്താലും ഞാതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്ത് കറി വെക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നതും പരിപ്പിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കറിയോ ഉപ്പേരിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എനിക്കിവിടെ ഇപ്പോൾ ഒരു കുക്കറേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ വീടിങ്ങോട്ടേക്ക് താമസം മാറിയതാണ്. ഒരു കുക്കറേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കുക്കറിലാണ് ഞാനെല്ലാം വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ ചോറ് നമ്മൾ ഊറ്റുന്ന ടൈമിൽ നമുക്ക് പരിപ്പ് ഇടാമെന്ന് വിചാരിച്ചു. പരിപ്പ് പെട്ടെന്ന് വേവുന്നതാണല്ലോ, 1-2 വിസിൽ മതി, അപ്പോഴത്തേക്കും വേവും. അതുകൊണ്ട് തന്നെ ഞാൻ പരിപ്പെടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കും. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മതിയാവും നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പരിപ്പ് കറിക്കുള്ള കുഞ്ഞുള്ളിയാണ് എടുത്തത്. കുഞ്ഞുള്ളിയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ, സവോളേനെയും കാട്ടി. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ കൂട്ടി രാത്രി തന്നെ ഇന്നലെ രാത്രി തന്നെ നല്ല മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പരിപ്പും ചോറൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പരിപ്പ് കുതിരാണ്ടിട്ടത് ഞാൻ നമ്മുടെ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒറ്റ വിസിൽ മതിയാവും. ഒറ്റ വിസിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രഷർ പോകുന്ന ടൈമിൽ നമ്മളവിടെ നന്നാക്കി വെച്ചിരുന്ന സവോളയും അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക്, കടുക്, വേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇത് കറക്റ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് കറക്റ്റ് അത് നല്ല വറ്റി പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് ഒരുപാട് ഉടഞ്ഞും പോയിട്ടില്ല, എന്നാവശ്യം നല്ലപോലെ വേവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആ ഒരു മസാലയെല്ലാം നമ്മുടെ കുഞ്ഞുള്ളിലേക്ക് മൂപ്പിച്ച് വെച്ചതിനകത്തോട്ട് നമ്മളുടെ വെന്തിരിക്കുന്ന പരിപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുകുറാന്നുള്ള കറിയായി കിട്ടും. നിങ്ങൾക്ക് ലൂസായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് കട്ടിക്കൊക്കെ ഇരുന്ന് തന്നെ നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസമാണ്. പരിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇനി ആ ഒരു ചിക്കനും കൂടി ഇല്ലേ പൊരിക്കാൻ, അതും കൂടെ നമുക്ക് പൊരിക്കാനിട്ടാലോ. ഞാനുണ്ടല്ലോ പാൻ അടുപ്പത്ത് വെച്ചപ്പോൾ കഴുകിയിട്ട് വെള്ളം ഫുള്ള് വറ്റുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുകൊണ്ട് തന്നെ നല്ലൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അതേപോലെ ചിക്കൻ ഇടാന്നൊരു നല്ല ആ ഒരു വെള്ളത്തിൻ്റെ ബാക്കി നിന്ന അംശവും കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അത് നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും അടുക്കള കാര്യങ്ങളല്ലേ, ചെറിയ പണികളൊക്കെ നമുക്ക് കിട്ടാറുണ്ടാവും അല്ലേ. അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചായിരിക്കും കേട്ടോ കഴിക്കുക, അതുകൊണ്ടാണ് ഇത്രയും ചോറ്. പിന്നെ കുറച്ച് തൈരും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടി. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാദീനെയും പറഞ്ഞു വിട്ടു. ഞങ്ങൾ രണ്ടാളും ആയി. ഇനി ഫൈസൂന് പയ്യെ പാലൊക്കെ കൊടുത്ത് അവനെ ഉറക്കണം. അതിന് ശേഷം റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്ത് വെക്കണം. ഫൈസൂൻ്റെ ടോയ്സും എല്ലാം ഫൈസു കളിച്ച് അങ്ങനെ ഇട്ടേക്ക്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ വീഡിയോ കുറച്ച് എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ആകെ മൈൻഡ് പോയി. പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു, അത്ര ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. കുറച്ചൊന്ന് അടിച്ച് വാരി തുടച്ചു, അതേ ഉള്ളൂ. ഈ ഒരു കപ്പിൻ്റെ ഇത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. കൊള്ളാം, നല്ല സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അങ്ങനെ വീഡിയോ ഇപ്പോൾ പൊട്ടിപ്പോയൊന്നും ചെയ്യില്ല കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഡിന്നറിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. അങ്ങനെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിയാനായി, രാത്രിയായി. ഇനി രാത്രി അതേപോലെ ഡിന്നറാണ്. ഡിന്നർ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട, കാരണം ഞാൻ വരുമ്പോൾ കൊണ്ടുവരും ഫുഡ് കഴിക്കാനായിട്ട്. എന്നാലും ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ എനിക്ക് കൊള്ളി തിന്നാൻ ഭയങ്കര പൂതി. കൊള്ളി തിന്നാൻ പൂതിയെന്ന് വെച്ചാല് നോ കൊള്ളിയല്ല, കപ്പ ഉണ്ടല്ലോ. കപ്പ വലിയ ഇഷ്ടമൊന്നും അല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം മോനോനോ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച 2-3 തവണയൊക്കെ മേടിക്കും. ഞാൻ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും കഴിച്ച് ഞാനും അതിൻ്റെ ഒരു ഫാനായി പൊട്ടിക്കല്ലേ. അപ്പോൾ ഇപ്പം കൊള്ളി ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളി ഇറച്ചിയൊന്നും വേണ്ട, എനിക്ക് കൊള്ളിയും മുട്ടയും അത് ഇവിടുത്തെ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടും, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ അത് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്ക് അത് പൊരിക്കാന്ന് വെച്ചു. അങ്ങനെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ചു. ഞാൻ അത് വരാനാകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഫൈസിന് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അവനും ചിക്കനൊക്കെ കഴിച്ചോളും. ഇത് മസാല ഉണ്ടെങ്കിൽ വലിയ എരിവൊന്നും ഇട്ടിട്ടില്ല. കുരുമുളക് എരിയില്ലാത്ത കുരുമുളകാണ്, മുളക് പൊടി എരിയില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മസാല എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതാണ് മോനിക്കും കൊടുക്കാം. വീഡിയോയില് ഞാന് ചിക്കൻ്റെ പ്ലേറ്റ് കാണിച്ചത് കണ്ടില്ലല്ലേ. ഇതാണ് നമ്മളുടെ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേ കാണുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് തോന്നും, പക്ഷെ സ്പൈസിനെസ് ഒന്നും ഇല്ല. ചെറിയൊരു എരിവേ ഉള്ളൂ, നോർമൽ എരിവാണ്. അപ്പൊ നമുക്കേ ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് നമുക്ക് പൊരിക്കാം. ഞാനത് ഒരു മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ കേട്ടോ മസാല തേച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പൊരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞിന് കൊടുക്കാമല്ലോ. കുഞ്ഞിന് ഇപ്പം പറയുന്ന പോലെ ഞാതി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂല, കുട്ടിക്ക് സമയത്ത് കൊടുക്കണ്ടേ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് എന്ത് പിശിക്കാണല്ലേ, എണ്ണേന്റെ ബോട്ടിൽ തന്നെ ഇങ്ങനെ ഹോളിട്ട് വെച്ചിട്ട് കറക്കുന്നത്. അത് പിശിക്കത്ര ആയിട്ടൊന്നല്ല. ഞാൻ ഒരു ഓയിൽ ഡിസ്പെൻസർ മേടിക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇതുവരെ ഓയിൽ ഡിസ്പെൻസർ എനിക്ക് കറക്റ്റായിട്ട് മേടിക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. ആയിട്ടില്ല. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞുനാ അരിഞ്ഞിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആടാ. പെട്ടെന്ന് വെന്തും കിട്ടും, വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. വലിയ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഇതാണ്. നമ്മുടെ ബാർബിക്യൂ പീസസ് ഒക്കെ കിട്ടൂലേ, അതേപോലെ ഉണ്ടാവും കണ്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ട് അതിങ്ങനെ ഇത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ആഹാ, കാണാൻ തന്നെ എന്താ സെറ്റപ്പ് അല്ലേ. നമുക്ക് സവോള ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ, വെറുതെ അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക.
ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒപ്പം ചെയ്യാൻ പറ്റൂല. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ സവോളയ്ക്കകത്തും കൂടെ നമ്മുടെ ഈ മസാലയൊക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഒന്നുമില്ല, തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ചോറിൻ്റെ അപ്പോൾ ഇതാ ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കൊള്ളി മുട്ടയാണ് കേട്ടോ, ഇറച്ചി ഒന്നല്ല മുട്ടക്കൊള്ളിയാണ്, എഗ്ഗ് മിക്സ് ചെയ്തിട്ടുള്ള. അതിന് കൂടെ ഒരു കഷ്ണം പുട്ടും പിന്നെ നമ്മളുടെ ചിക്കൻ ഫ്രൈയും കുറച്ച് സവോളയും ബാലൻസിങ് ചിക്കനും കൂടെ ഞാൻ പൊരിച്ചു കേട്ടോ ഞാൻ ആദ്യം വന്നപ്പോൾ. പിന്നെ പുട്ടിൻ്റെ കൂടെ തന്നെ കടയിൽ നിന്ന് കൊടുത്തൊരു ഗ്രേവിയാണ്, എനിക്ക് ചിക്കൻ്റെ എന്തോ ഗ്രേവിയാണ്, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം, ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ കട്ടൻ ചായ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.